അടിച്ച് മക്കൾ അടിച്ച് ചേർമീനാണ്. അടിപൊളി മീൻ ആട്ടാ എൻ്റെ മണി. ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. വിഷണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചന്മാരെ, നമ്മൾ വീണ്ടും വരാൽ പിടിക്കാൻ വേണ്ടി വന്നേക്കേണ്ട. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോ. അപ്പോൾ അത്യാവശ്യം നല്ലോണം മീനുണ്ട്. പക്ഷേങ്കിൽ ഈ ആമ്പലും താമരയൊക്കെ, എൻ്റെ ആമ്പലല്ല താമരയുടെ ഇലയുള്ള കാരണം നമുക്ക് കൂടുതലൊന്നും സ്ട്രൈക്ക് കിട്ടണില്ല. കുറേ മീൻ അടിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ മീൻ എടുക്കാൻ പറ്റില്ല. അതെ, നമ്മുടെ ഫ്രോഗ് ഉണ്ടില്ലേ, അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം മീനുണ്ട്. അപ്പോൾ ഏതൊക്കെ മീൻ അടിക്കുമെന്നൊക്കെ നമുക്ക് നോക്കാം. വലിയ മീൻ അടിച്ചതൊക്കെ 2-3 നമുക്ക് മിസ്സിങ് ആയിരുന്നു. അത് ആമ്പലിൻ്റെ വള്ളിയിൽ ആമ്പൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. താമരയുടെ തണ്ടുമ്മലൊക്കെ ഉടക്കി കഴിയുമ്പോൾ പിടിച്ച് പറിക്കുമ്പം ഫ്രോഗിൽ നിന്ന്, അതായത് കുളത്തിൽ നിന്ന് വിട്ട് പോരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്നാലും കുഴപ്പമില്ല. നമുക്കപ്പോൾ ചെരുപ്പ് വാങ്ങിച്ചിടാം. കാസ്റ്റിങ്ങിലുള്ള പരിപാടി നോക്കാം. കണ്ടില്ലേ, രാവിലെ തന്നെ കൊക്കും എല്ലാ ഐറ്റംസുകളും വന്ന് ഇതിൻ്റെ ഇടയിൽ നിന്ന് കിടന്ന് നടക്കുന്നുണ്ട്. കുറച്ച് പൊടിമീനുണ്ട് അതിനകത്ത്, അത് കാരണമാണ് ഇവരൊക്കെ വന്ന് നിൽക്കണം. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ കാസ്റ്റിങ്ങിലോട്ട് പോവാം. നമ്മുടെ കാസ്റ്റിങ്ങിൻ്റെ റീൽ തന്നെയാണ്. റീലൊക്കെ ചെളിയിൽ ആയി ഒരു വകയായിട്ടുണ്ട്, നല്ല സൗണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൗണ്ട് ഇപ്പോൾ സർവീസ് ചെയ്ത് കഴിഞ്ഞാലും മാറില്ല. പിന്നെ ഇപ്പോൾ സർവീസിന് കൊടുക്കണം. അത് ഇവിടുത്തെ ഉഴുതുമറിക്കൽ കഴിഞ്ഞിട്ട് വേണം ഇതിന് സർവീസ് ചെയ്യാൻ. ഭയങ്കര സൗണ്ടായി. അടിച്ച് മക്കൾ അടിച്ച് ചേർമീനാണ്. ആണ് ജയിൻ്റ് സാധനം. എൻ്റെ പൊന്നോനെ, കിട്ടില്ലെന്നായിട്ടും കിട്ടിലും വരാല്. എൻ്റെ അമ്മോ, എന്താ സൈസ്, ഹ്യൂജ് ഹെവി സൈസ് കേട്ടാ. ഓ, കിട്ടില്ലെന്നായിട്ടും എവിടെ വന്നത്, വിയറ്റ്നാമാട്ടാ. ഇവനെ പിടിച്ചൊന്ന് മട്ടക്കണ്ടിക്ക് ഇത്തിരി പോണേണ്. അവിടെ അനങ്ങാണ്ട് നിൽക്കടാ വിയറ്റ്നാമേ. നിൽക്ക് ഒരു 1,300 ഉണ്ടാകുന്ന സൈസ് നോക്കിയാ. നിങ്ങളെ പറയണം കേട്ടോ, ഇതിൻ്റെ സൈസോ മുട്ടൊക്കെ ഇരിക്കാൻ പാടില്ല. വെള്ളം ചെളിയുന്നത് എൻ്റെ തലയിടക്ക് വണ്ണം നോക്കി. ഓ, ഹെവി സാധനം. വിയറ്റ്നാമാണ്, നാടനല്ല, വിയറ്റ്നാം വരല്ലണ്ടാ. ഫുള്ള് വെള്ളം കേട്ടാ. ഓ, കിട്ടില്ല നീറ്റ്. എൻ്റെ പൊന്നെ, എന്ത് ഭംഗിയല്ലേ, ഫുൾ വെള്ളത്തിന്. ഞാൻ ഇത് ചേർന്നാന്ന് വരും. ഇതൊക്കെ നമ്മുടെ ഫ്രോഗ് കിട്ടലിനായിട്ട് ഹുക്കായിട്ടുണ്ട്. ജയിൻ്റ് സാധനം തിന്ന് മുട്ടി നിൽക്കണം. അതായത് ഒരു 1.5 കിലോ റേഞ്ച് തന്നെ വരാനാണ്. തൂക്കി നോക്കണം. ഓക്കെ, സെറ്റ് കയറ്റിടാ. കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇത്ര സമയം നടന്നിട്ട് നമുക്ക് രണ്ടാമത്തെ മീനാട്ടോ ഇന്ന് അടിച്ചത്. ഓ, കിട്ടില്ലെന്നെ ഐറ്റം എന്ന് പറഞ്ഞാൽ കിട്ടില്ലെന്നെ ഐറ്റം കേട്ടോ. ആളടിച്ച താമരയെല്ലാം പൊളിച്ചിട്ടാണ് ഏരിയ എടുത്തേക്കണേ. നോക്കി സൈസ് ഉണ്ടോ, ഇത് എൻ്റെ കൈയിൻ്റെ നീട്ടുന്ന ഇവിടെ നിങ്ങൾ ഉണ്ടോ, എൻ്റെ ഹാഫ് കൈയുടെ ലെങ്ത് ഉണ്ട്. ഓക്കെ, കിട്ടില്ലെന്ന ഐറ്റം. അതിനൊന്ന് കെട്ടി സെറ്റ് ചെയ്ത് നോക്കട്ടെ. ഭാഗ്യത്തിന് ഇന്നൊരു ചരടൊക്കെ എടുത്തുകൊണ്ട് വന്നത്.
നാടൻ നാടൻ ഒരു നാടൻ കേട്ടോ, നല്ലൊരു നാടൻ. ഓക്കെ, കുറച്ച് സമയം കൊടുത്താൽ അങ്ങോട്ട് വിഴുങ്ങിയിട്ടുണ്ടാവും. ചാക്ക കഴിക്കാണ്ട് രക്ഷയില്ല. അടിപൊളി മീൻ ആട്ടാ, എൻ്റെ പണി കുത്തി മറിഞ്ഞ് പോവാതെ ഇങ്ങോട്ട് വാട. പോക്കണ്ട, തിരിച്ചങ്ങടേക്കാണ് ഓടുന്നത്. ചെറുമീനാന്ന് തോന്നുന്നു, ചെറുമീനാണ് ചെറുമീൻ. ഓ കിട്ടില്ലെങ്കിൽ ചെറുമീനാട്ടാ, ആ ചെന്ന വഴിക്ക് അടിച്ചാൽ. ഓ കുറേ നാളത്തിന് ശേഷം നമ്മുടെ അടിപൊളി ഒരു ചെറുമീൻ കയറിയുണ്ട്. ഓ ഇത്രയും തന്നെ ഉണ്ടാവും വരാൽ. എൻ്റെ പൊന്നെ, ചെറുമീനെ കുറേ നാളായില്ല കണ്ടിട്ട്. 1 കിലോ റേഞ്ചുള്ള ചെറുമീനാട്ടെ. ഇതിലും വലുതാണെന്ന് തോന്നുന്നു. ആ ഇതിലും വലുതാണ്. ഓക്കെ, അതെ അടിപൊളി ഒരു ചെറുമീൻ. കുറേ നാളത്തിന് ശേഷം നമുക്ക് അടിച്ചേക്കണ നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഫ്രോഗിലാണ്ട. അപ്പോൾ നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ ഹെവിയാണ്. അതിൽ രണ്ടാമത്തെ ചെറുമീനാണ്. ഓക്കെ, ഒരു ഹെവി വരാലുണ്ട്. കിട്ടുന്ന ഐറ്റം. ഓ എന്താ ഒരു ഭംഗി നോക്കി, കറക്റ്റ് പാകം കേട്ടോ. 1.100 ഉണ്ടാവുള്ളൂ. ചാക്കിൻ്റെ ആട്ടായിക്കട്ടെ, എന്നിട്ട് ബാക്കിയൊക്കെ ഊരാ. ഓക്കെ, ഇതാണ് കേട്ടോ ഫ്രോഗ്. ഒന്നുകൂടി കാണിച്ചു തരാം. സെറ്റ് ചോര മഴ വയ്ക്കണം. ഓക്കെ, വേണ്ട ഇന്നത്തെ ഹെവി. ഓ കിട്ടില്ല കിട്ടി ആടി. യെസ്, ഞാൻ പറഞ്ഞില്ലേ കിട്ടില്ല ഐറ്റം. യെസ് യെസ്, വരാനാണ് നാടൻ നാടൻ കിട്ടില്ല ഐറ്റം. ഒരു നാടനാണ് കിട്ടിയേക്കണേ. നേരത്തെ കിട്ടിയ സൈസ്. ഓ സമയത്ത് അടിപൊളി ആയിട്ടോട്ടോ. ഇന്നത്തെ മൂന്നാമത്തെ ഹെവി സാധനം കാണിച്ചാലേ. ശണ്ടമ്മ മോനെ നിൽക്ക് മോനെ. നാടനാട്ടാ, വിയറ്റ്നാമിൻ്റെ അത്രയും വെയിറ്റ് കാണിക്കാനുള്ള ഇതാണ്ടല്ലേ. 1 കിലോ ഉള്ള മുതലാണ്. അടിച്ചടിയുടെ സൗണ്ട് കേട്ടില്ല നിങ്ങൾ. വിഷ കയറ്റുണ്ടാ. നാടൻ കണ്ടല്ലേ, തനി നാടൻ. വിയറ്റ്നാമായിരുന്നെങ്കിൽ ഇതിലും വലുതായിരുന്നു. നിൽക്ക് 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 ഒക്കെ ഞാൻ വിത്തരാം. ഓക്കെ, അവിടെ ഫ്രോഗ് എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? പൊളിയായിട്ടോട്ടെ. ഇത് കണ്ടില്ലേ? ചമ്മരതേ ഇന്നത്തെ മീനുണ്ടോ? ഓക്കെ, കിട്ടിയതിൽ ഏറ്റവും ഹെവി നമ്മുടെ വിയറ്റ്നാം വരാലുണ്ടോ. കണ്ടില്ലേ, ഒരു 1.5 കിലോ മേലുണ്ട്. പിന്നെ 1.100 റേഞ്ച് പറഞ്ഞ ഒരു ചേർന്നാണ്. അപ്പോൾ ഏകദേശം പിന്നെ ഒരു 1 കിലോ റേഞ്ച് പറഞ്ഞ നാടൻ 2 വേറെ ഉണ്ട്. കണ്ടില്ലേ, ഇവനാണ് ഏറ്റവും ഹെവി. ഓക്കെ ഓക്കെ മച്ചന്മാരെ ഇതേ ഇന്നത്തെ ഫിഷിങ് നിർത്തേണ്ട. ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നല്ല വെയിലായി, അപ്പോൾ ഒരു രക്ഷയില്ല. അതേ ചാക്കിലൊക്കെ സാധനം കെട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചേർന്നും 2 നല്ല ഹെവി വരാൽ, അതുപോലെ തന്നെ 2-3 ചെറിയ വരാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് പോകണ്ട വീട്ടിലോട്ട്. ഇനി ഒരുപാട് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ഏകദേശം പാടത്തിൻ്റെ ഒത്ത നടക്കാണ് നിൽക്കണം.
ഓ കണ്ടില്ലേ ഒരു രക്ഷയില്ല. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബായ് മന്ദ.